ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം കാണുന്ന ഒരു ഐറ്റമാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് അറിയാതെ, ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണെന്ന് അറിയാതെ, ക്യാൻഡിൽ സ്റ്റിക്സ് അനാലിസിസ് ചെയ്യാതെ ഇനി ഒരു അടി പോലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ക്യാൻഡിൽ സ്റ്റിക്സ്, ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മളോട് പറയുന്ന കഥ എന്താണ്, ഓരോ ക്യാൻഡിൽ സ്റ്റിക്സിൽ നിന്നും നമ്മൾ റീഡ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇത് വെച്ച് എങ്ങനെ നമുക്ക് ട്രേഡുകൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും വെൽക്കം. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. സോ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ, ഓരോ ക്യാൻഡിലും നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ്ലി പഠിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഫുൾ വീഡിയോസിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്. ഇതിനു മുൻപുള്ള വീഡിയോസ് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വെച്ച് പോസ് ചെയ്യുക, ഓൾഡ് വീഡിയോസ് കണ്ടിട്ട് തിരിച്ചു വരിക. സോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ വെച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ എന്താണ്? ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന പോലെ തന്നെ ഇത്തരത്തിൽ കാണുന്ന റെഡ് ആൻഡ് ഗ്രീനിൽ കാണുന്ന കുറച്ച് ഐറ്റംസ് ആണ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇമേജസിലോ ഫോട്ടോസിലോ ഒക്കെ നോക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഐറ്റംസ് ആണ് കാണുക. എന്താണ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഒരു ടൈം പീരീഡിലെ ഒരു ഷോർട്ട് ടൈമോ അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെയോ 50 മിനിറ്റ്സിൻ്റെയോ ഒരു ദിവസത്തിൻ്റെയോ ഒരു മാസത്തിൻ്റെയോ ഒക്കെ ടൈം പീരീഡിലെ പ്രൈസ് മൂവ്മെൻറ്റുകളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ്, ക്യാൻഡിൽ സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇത് ജപ്പാൻസ് ആണ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ക്യാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒത്തിരി ബുക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഒരു വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്യാൻഡിൽ സ്റ്റിക്സ് മീനിങ്സ്, ക്യാൻഡിൽസ് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിലുകൾ ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്യാൻഡിലിന് എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ക്യാൻഡിലിന് യഥാർത്ഥത്തിൽ 3 പാർട്ടുകളാണ്, 3 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിയൽ ബോഡി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് ഈ ഒരു ക്യാൻഡിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാകും, ഈ ക്യാൻഡിലിൽ ഏറ്റവും സോളിഡ് പാർട്ടിൽ ഏറ്റവും തിക്ക് കളറിൽ കാണുന്ന ഈ ഒരു ഭാഗത്തിനെ നമ്മൾ റിയൽ ബോഡി എന്നാണ് വിളിക്കുക. സോ റിയൽ ബോഡിക്ക് മുകളിൽ നമുക്ക് ഒരു അപ്പർ സൈഡ് ഷാഡോ, ഒരു ലൈൻ പോലെ അപ്പർ സൈഡ് ഷാഡോ ഉണ്ടാവും, അതുപോലെ തന്നെ ലോവർ സൈഡ് ഷാഡോ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ നമുക്കുണ്ട്. സോ 2 ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണുള്ളത്. ഒന്ന് ഗ്രീൻ ക്യാൻഡിൽ, മറ്റൊന്ന് റെഡ് ക്യാൻഡിൽ. എന്തുകൊണ്ടാണ് അത് ബുള്ളിഷ് ക്യാൻഡിലും എന്തുകൊണ്ടാണ് അത് ബീറിഷ് ക്യാൻഡിലും ആയതെന്ന് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. സോ ഇവിടെ എന്താണ്, ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസ് മുകളിലും ഓപ്പൺ താഴെയായിരിക്കും. അത് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതാണ് എന്ത്, ഗ്രീൻ ക്യാൻഡിൽ. അതിൻ്റെ ഇടയ്ക്കിൽ തന്നെ നമുക്ക് ലോയും ഹൈയും കൂടി ഉണ്ടാകും. സോ ഇതാണ് നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ സ്ക്രീനിൽ ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ആൻഡ് അതുപോലെ തന്നെ റെഡ് ക്യാൻഡിൽ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. സോ കളറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്യാൻഡിലിൽ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി സൈസാണ്, അതിൻ്റെ വലിപ്പമാണ്. എന്തോ ഒരു ട്രേഡ് നടന്നു അല്ലെങ്കിൽ എത്ര ബയ്യേഴ്സ് എത്ര സെല്ലേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അതിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഇത് ഒരു റിയൽ ലാർജ് ബോഡിയുള്ള ഒരു ക്യാൻഡിലാണ്, ഇതൊരു സ്മോൾ ക്യാൻഡിലാണ്. ഇത് രണ്ടും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് റെഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിലോ ഒക്കെ അത് നമ്മളെടുത്ത് പറയുന്ന സ്റ്റോറികൾ ഡിഫറെൻ്റ് ആണ്. സോ ഇനി നമുക്ക് അതിൻ്റെ റേഞ്ച് എന്ന് പറയും. ഇത് വൈഡ് റേഞ്ച്, നല്ല ഷാർപ്പ് എന്തുണ്ട് ഷാഡോ ഉള്ളതും ചെറിയ ബോഡി ആയിട്ടുള്ള ക്യാൻഡിലിനെ നമ്മൾ വൈഡ് റേഞ്ച് ഉള്ള ക്യാൻഡിൽ എന്നാണ് വിളിക്കുക. ഇനി നിങ്ങൾക്കറിയാം ഒരു നാരോ റേഞ്ചാണ്, ഷാഡോയും കുറവാണ് അതുപോലെ തന്നെ ബോഡിയും കുറവായിട്ടുള്ള ക്യാൻഡിലുകളെ നമ്മൾ നാരോ റേഞ്ച് ക്യാൻഡിൽസ് എന്നാണ് വിളിക്കുക. ഇനിയും നമ്മൾ മറ്റൊരു രീതിയിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ കൂടി ചെയ്യുന്നുണ്ട്. ഷാഡോൻ്റെ ലൊക്കേഷൻ, ചില ക്യാൻഡിൽസിന് ഡൗൺ സൈഡിൽ ഷാഡോ ഉണ്ടാവില്ല, അപ്പർ സൈഡ് ഷാഡോ മാത്രമേ ഉള്ളൂ. സോ അത് സെല്ലിംഗ് പ്രഷർ കൂടുതൽ കൊടുക്കുന്ന ഒരു ക്യാൻഡിലായിട്ട് നമുക്ക് ആ ഒരു ക്യാൻഡിലിനെ
വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ലോവർ ഷാഡോ മാത്രമുള്ള ലോവർ ഷാഡോ ഉണ്ട് അവിടെ നിന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്ത് മുകളിലോട്ട് പോകുന്ന രീതിയിലുള്ള ക്യാൻഡിൽസിനെ നമുക്ക് ഇതൊരു ബൈങ് പ്രഷറായിട്ട് അല്ലെങ്കിൽ ബൈങ് സൈഡ് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാൻഡിൽ. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് റിക്കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത്. ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത് എന്താണ്? മുകളിൽ നിന്ന് താഴത്തോട്ട് സെല്ലേഴ്സ് കൂടുതൽ പ്രഷർ ചെയ്ത് അവസാന നിമിഷം വരെ മാർക്കറ്റിനെ താഴത്തോട്ട് തള്ളിക്കൊണ്ടുവരുന്ന രീതിയിലാണ് ഇത് ക്ലോസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെന്തില്ലാത്ത, അതിന് ഒരു ഷാഡോ ഇല്ലാത്ത. ഇനിയും ഈ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസിൽ ഒരൊറ്റ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാവുന്ന രീതിയിലും അടുപ്പിച്ച് വരുന്ന 2 ക്യാൻഡിൽ വെച്ച് ഡിസിഷൻ മേക്ക് ചെയ്യാവുന്ന രീതിയിലും അടുപ്പിച്ച് വരുന്ന 3 ക്യാൻഡിൽസ് വെച്ച് ഡിസിഷൻ മേക്ക് ചെയ്യാവുന്ന രീതിയിലും നമുക്ക് മൂന്ന് ടൈപ്പായിട്ട് ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേണുകളെ തിരിക്കാം. ആദ്യത്തെ ഭാഗത്ത് ഞാൻ ഒരു സിംഗിൾ ക്യാൻഡിലിൽ തന്നെ എങ്ങനെ ഡിസിഷൻസ് എടുക്കാം, അത്തരത്തിലുള്ള ക്യാൻഡിൽസ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. ഇതൊക്കെ ഓരോ കൃത്യമായിട്ടുള്ള പേരുകളുണ്ട്. ഈ ഒരു പേരുകൾ കാണാപ്പാടം പഠിച്ചില്ലെങ്കിലും ഈ ഒരു ക്യാൻഡിൽ നമ്മളോട് കൺവേ ചെയ്യുന്ന അർത്ഥം എന്താണ്, നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ റീഡ് ചെയ്യണം. ബയ്യേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് എന്താണ് അതിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ വേണം ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന ഓരോ ക്യാൻഡിൽസിനെയും നമ്മൾ പരിശോധിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഡോജി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്യാൻഡിൽ. ഈ ഡോജി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ പേരാണ്. ഈ ഡോജി എപ്പോഴും ഉണ്ടാവുന്നത് നമുക്കറിയാം, റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും മാർക്കറ്റിലുണ്ട്. ഒരു ട്രെൻഡിന്റെ റിവേഴ്സൽ വരുമ്പോൾ, അതായത് മുകളിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റ് റിവേഴ്സൽ വരും, അവിടെ നിന്ന് തിരിയുന്ന സമയത്ത് ആ തിരിയുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻഡിലാണ് ഡോജി എന്ന് പറയുന്നത്. അതായത് കുറേ ബയ്യേഴ്സ് ഇങ്ങനെ മാർക്കറ്റിന്റെ മുകളിലോട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകണം. ബയ്യേഴ്സ് ആണല്ലോ മാർക്കറ്റിനെ പൊക്കിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയി ഒരു സർട്ടൺ പോയിന്റിൽ എത്തുമ്പോൾ ബയ്യേഴ്സിന്റെ എണ്ണം കുറഞ്ഞു വരികയും അവിടെ സെല്ലേഴ്സ് വരികയും ചെയ്യും. അത് ബയ്യേഴ്സ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ബയ്യേഴ്സിന്റെ എണ്ണം കുറഞ്ഞ് ഈക്വൽ നമ്പർ ഓഫ് ബയ്യേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ബയ്യേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും നമ്പർ ഒരുപോലെ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ക്യാൻഡിൽ ഇത്തരത്തിലൊരു നാരോ റേഞ്ചഡ് ആയിട്ടാവും. സോ ഈക്വൽ ഷാഡോ, ഈക്വൽ ബോഡി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഉണ്ടാകും. ആ ഒരു ക്യാൻഡിലിനെയാണ് നമ്മൾ ഡോജി എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ ക്യാൻഡിൽ കൃത്യമായിട്ട് റെസിസ്റ്റൻസിലോ സപ്പോർട്ടിലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ട്രെൻഡ് റിവേഴ്സൽ ആകുകയാണ്. ഇപ്പോൾ ഡേ ക്യാൻഡിലൊക്കെ ഡോജി വന്നു കഴിഞ്ഞാൽ വളരെ ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് വിൽ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യൂ നമുക്ക് കിട്ടും. ഇതിനെ തന്നെ നമുക്ക് 2-3 ടൈപ്പ് ഓഫ് ഡോജീസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇത് കണ്ടോ, ഗ്രാവിൻസ്റ്റോൺ ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാർക്കറ്റ് താഴത്തോട്ട് വീഴുകയാണ്. മാർക്കറ്റ് താഴത്തോട്ട് വീഴുന്ന സമയത്താണ് ഗ്രാവിൻസ്റ്റോൺ ഡോജി വരുന്നത്. മാർക്കറ്റ് താഴത്തോട്ട് വീഴുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞുമ്പോൾ പിന്നെ വീണ്ടും താഴത്തോട്ട് വീഴുന്നില്ല, അവിടെ ഇങ്ങനെ സ്റ്റക്ക് ആവുകയാണ്. ഒരു ഷാഡോ ഓപ്പൺ ചെയ്തു മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയി ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകും ഇതൊരു ഒരു റിവേഴ്സൽ പാറ്റേൺ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കും. സോ ഒരു ഓപ്പോസിറ്റ് വ്യൂവിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാർക്കറ്റ് അപ് ട്രെൻഡ് നടക്കുകയാണ്. മാർക്കറ്റ് ഇങ്ങനെ അപ് ട്രെൻഡ് നടന്നു, ഈ ഒരു ക്യാൻഡിൽ വരുന്ന ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്തു, മുകളിലോട്ട് പോയി, അവിടെ നിന്ന് സെല്ലേഴ്സ് കൊണ്ടുവന്നു, ഓപ്പൺ ചെയ്ത അതേ ഭാഗത്ത് മാർക്കറ്റിനെ നിർത്തി, മുകളിൽ പോയി അതേ ഭാഗത്ത് മാർക്കറ്റ് തിരിച്ചു വന്നു, വീണ്ടും ഷാഡോ ഇല്ല, അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഒരു സമയം, ആ ടൈം ഫ്രെയിമിൽ ഈക്വൽ നമ്പർ ഓഫ് ബയ്യേഴ്സ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് സെല്ലേഴ്സ് വരുമ്പോൾ ഇനി അടുത്തത് വീണ്ടും ആ സെല്ലേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. ആ ട്രെൻഡ്, മുകളിലോട്ട് പോയ ട്രെൻഡ് റിവേഴ്സൽ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് നമുക്ക് ഈ ഗ്രാവിൻസ്റ്റോൺ ഡോജി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. അടുത്ത് ഡ്രാഗൺ ഫ്ലൈ ഡോജിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കും, മാർക്കറ്റ് താഴത്തോട്ട് വീഴുകയാണ്. സോ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ താഴത്തോട്ട് വീണു, അവിടെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ബയ്യേഴ്സ് വീണ്ടും മാർക്കറ്റിനെ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുപോയി. മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്ത് ആ അതേ ടൈം ഫ്രെയിമിൽ തന്നെ മാർക്കറ്റിനെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ അത് സെല്ലേഴ്സ് തീർന്നു, ബയ്യേഴ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു വ്യൂ തരുന്നതാണ് ഗ്രാൻഡ് ഫ്ലൈ ഡോജി എന്ന് പറയുന്ന ഈ ഒരു ഡോജി. അപ്പോൾ ഡോജിനെ തന്നെ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കൊടുക്കാം. നമ്മൾ ഏറ്റവും കോമൺലി കാണുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു അപ് ട്രെൻഡിൽ ഒരു ഡോജി വരികയും മാർക്കറ്റ് റിവേഴ്സ് ആവുകയും, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു ഡോജി വരികയും മാർക്കറ്റ് റിവേഴ്സ് ആവുകയും. ഇതിൻ്റെ സൈക്കോളജി വളരെ സിമ്പിളാണ്. മാർക്കറ്റ് തിരിയാൻ പോകുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് ഡോജി തരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക, നിങ്ങൾ നേരെ കുറച്ച് സ്റ്റോക്കുകൾക്കിടെ ചാർട്ട് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന
ഡോജീസിനെ മാർക്ക് ചെയ്ത് വെക്കുക. ഒരു 10-20 ഡോജി നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ അവിടെയൊക്കെ റിവേഴ്സൽ ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ 10 ഡോജി കണ്ടുപിടിച്ചിട്ട് എത്ര പ്രാവശ്യം റിവേഴ്സൽ കിട്ടുന്നുണ്ട് എന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളും കൂടി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ട്രേഡ് സ്റ്റോക്ക് മാർക്കറ്റ് കരിയർ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് നേരെ നെക്സ്റ്റ് ക്യാൻഡിലോട്ട് പോവാം. ഷൂട്ടിംഗ് സ്റ്റാർ. യെസ്, അടിപൊളി ഒരു പേരാണല്ലേ, ഷൂട്ടിംഗ് സ്റ്റാർ. എന്താണ് ഷൂട്ടിംഗ് സ്റ്റാർ നമ്മുടെ അടുത്ത് പറയുന്നത്? ഷൂട്ടിംഗ് സ്റ്റാറിൽ തന്നെ നമുക്ക് റെഡും ഗ്രീനും ഒക്കെ വരാറുണ്ട്. നമ്മൾ പൊതുവേ ഷൂട്ടിംഗ് സ്റ്റാർ വരുന്നത് റെഡ് ക്യാൻഡിൽ വരുമ്പോഴാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതൊരു കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ട്രെൻഡ് എന്ത് ചെയ്യാണ്? ട്രെൻഡിന് റിവേഴ്സൽ ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇങ്ങനെ ഗ്രീൻ വരികയാണ്. ഗ്രീൻ വന്ന് ഒരു സ്ഥലത്തെത്തി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, മുകളിലോട്ട് പോയി. അതിനുശേഷം സെല്ലേഴ്സ് വന്ന് മാർക്കറ്റിനെ വീണ്ടും താഴത്തോട്ട് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്തതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ എന്തെന്ന് എടുക്കുക? അതിനെ ഒരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് കൊടുക്കുക. ചില സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രീൻ വന്നാലും നമുക്കിത് നോ ഇഷ്യൂസ്. നമുക്ക് ഗ്രീൻ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് അതിനെ പരിഗണിക്കാം. ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ, ഇതിപ്പോഴും ഒരു അപ് ട്രെൻഡിനെ റിവേഴ്സൽ ആക്കുന്ന രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഇമേജ് കാണാൻ പറ്റും. സോ ഈ ഒരു PDF, ഈ ഒരു പവർ പോയിന്റ്, ഈ ഒരു പ്രസൻറ്റേഷൻ്റെ PDF ഫയല് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു PPTക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെലിഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു PPT ലഭിക്കുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു PDF കൂടി ഈ ഒരു വീഡിയോൻ്റെ കൂടെ കാണുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ നിങ്ങൾ പാരലായിട്ട് എന്ത് ചെയ്യാം? ചാർട്ട് എടുക്കുക, ഷൂട്ടിംഗ് സ്റ്റാറിനെ കണ്ടുപിടിക്കുക. സോ നമ്മൾ ആകാശത്തോട്ട് നോക്കിയിട്ട് ഓരോ സ്റ്റാറുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നേരെ ക്യാൻഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഓരോ ടൈപ്പ് ഓഫ് ക്യാൻഡിൽസിനെ നമുക്ക് റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഷൂട്ടിംഗ് സ്റ്റാർ റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കേണ്ടതുണ്ട്. ഈ ബോഡിയിലെ നമ്മുടെ മേജറായിട്ടുള്ള ഈ ബോഡിയുടെ ഡബിൾ സൈസിൽ ഒരു വലിയ ഷാഡോ അപ്സൈഡിൽ ഉണ്ടാകണം എന്നുള്ളൊരു കണ്ടീഷൻ കൂടി നിങ്ങൾക്കുണ്ട്. കൃത്യം ഡെഫിനിഷൻ പറയുന്നത് 2 ടൈംസ് ഓഫ് ബോഡി എന്നാണ്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിലും നമുക്ക് തിയറിറ്റിക്കലായിട്ടുള്ളൊരു കാര്യം നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും നമുക്ക് വലിയ ഷാഡോ വേണം എന്നുള്ളൊരു കണ്ടീഷൻ കൂടി ഈ ഒരു ക്യാൻഡിലുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്യാൻഡിലോട്ട് പോകാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാങ്ങിങ് മാൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. തൂങ്ങിക്കിടക്കുന്ന മനുഷ്യനല്ലേ. നിങ്ങൾ നോക്കൂ, മുകളിൽ നിന്ന് നമ്മൾ നേരെ ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതും കാണാൻ മാത്രമാണ് നേരെ ഓപ്പോസിറ്റ്, ബട്ട് ഇതും ഒരു പ്രോപ്പർ ട്രെൻഡ് റിവേഴ്സിലാണ്. ഒരു അപ്സൈഡിനെ ഒരു ഡൗൺ സൈഡിലോട്ട് മാറ്റുന്ന ഒരു ക്യാൻഡിൽ തന്നെയാണ്. നിങ്ങളിവിടെ ചാർട്ട് കാണാം. ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്യുന്നു, ഒരു ഹാങ്ങിങ് മാൻ വരുന്നു, ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഇച്ചിരി മുകളിലോട്ട് പോകുന്നു, അവിടെ നിന്ന് വീണ്ടും താഴത്തോട്ട് വന്ന് ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ താഴത്തോട്ട് വന്ന് ഒരു വലിയ ഷാഡോ വരുന്നു. മുകളിലോട്ട് ഒരു വിക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല. ചില സമയത്ത് തിയറിറ്റിക്കലായിട്ട് നമുക്ക് വിക്കില്ല. ഓപ്പൺ ചെയ്യുന്നു, താഴത്തോട്ട് വരുന്നു, വീണ്ടും റിക്കവർ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത്. ചില സമയത്ത് മുകളിലോട്ട് ഒരു സ്വല്പം വിക്ക് ഉണ്ടാകാം, ബട്ട് അത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. സോ ഷാഡോ എന്ന് പറയുന്നത് ഈ ബോഡിയുടെ ഡബിൾ സൈസ് വരാം. റെഡോ ഗ്രീനോ ആകാം. ഈ ഒരു ക്യാൻഡിൽ റെഡോ ഗ്രീനോ ആകാം. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമ്മുടെ ഒരു ട്രേഡ് എടുക്കാനുള്ള ഡിസിഷൻ്റെ ഒരു 20% കൺഫർമേഷൻ, 20% കൺഫർമേഷൻ തരുന്നത് ക്യാൻഡിലാണ്. നമ്മളിനി പാറ്റേൺസ് തുടങ്ങി ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ ടെക്നിക്കൽസും പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറേ കൺസിഡറേഷൻസ് നോക്കും. ഇന്നത് ഇത്ര ശതമാനം, പാറ്റേൺസിന് 20%, ഗ്ലോബൽ മാർക്കറ്റിന് 20%, ഇങ്ങനെ കുറേ സർട്ടൺ റീസൺസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോബബിലിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു 20% കണ്ടീഷൻസ് ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഹാങ്ങിങ് മാൻ. നെക്സ്റ്റ് വൺ ഹാമറാണ്. ആ പേരിൽ തന്നെ ആ കോൺഫിഡൻസ് ക്ലിയർ ആണ്. ഒരു കോൺഫിഡൻസ് ക്യാൻഡിലിനെയാണ് നമ്മൾ ഹാമർ എന്ന് വിളിക്കുക. മാർക്കറ്റിങ്ങിന് താഴത്തോട്ട് വരുന്നു, ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, പിന്നെയും താഴത്തോട്ട് പോകുന്നു. ഒരു സർട്ടൺ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ബയേഴ്സിന് കോൺഫിഡൻസ് ആകുന്നു. അവർ മാർക്കറ്റിനെ പൂർവാധീന ശക്തിയോടെ മുകളിലോട്ട് കൊണ്ടുവന്ന് മാക്സിമം സമയങ്ങളിലും ഓപ്പൺ ചെയ്തതിൻ്റെ മുകളിൽ കൊണ്ടുപോയി മാർക്കറ്റിനെ ക്ലോസ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബി എ
റിവേഴ്സൽ പാറ്റേൺ. ഒരു റാലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഉറപ്പായിട്ടും മിക്കവാറും ഒരു ഹാമർ ഉണ്ടാവും. ഹാമറിന്റെ പ്രത്യേകത കളർ ഇമ്പോർട്ടൻ്റ് അല്ല, ചില സമയത്ത് ഗ്രീനിലും ചില സമയത്ത് റെഡിലും വരാറുണ്ട്. ഷാഡോൻ്റെ ബോഡിയുടെ ഡബിൾ സൈസോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഷാഡോ വരും. ചില സമയത്ത് മാത്രമേ വിക്ക് വരാറുള്ളൂ, അല്ലെങ്കിൽ വിക്ക് വരാറില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ക്യാൻഡിൽ നോക്കൂ, ചാർട്ടിൽ ഹാമറിനെ കണ്ടുപിടിക്കൂ. എല്ലാ ട്രെൻഡിനും തൊട്ട് മുൻപ് ഒരു അടിപൊളി ഹാമർ ക്രിയേറ്റ് ആകാറുണ്ട്. കോൺഫിഡൻസിന്റെ പര്യായമാണ് ഹാമർ എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് ഹാമർ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ പക്ക ഓപ്പോസിറ്റ് ഒന്നുമല്ല, ഇതും ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. പക്ഷെ അത്രയും കോൺഫിഡൻസ് നമുക്ക് ഇൻവേർട്ടഡ് ഹാമേഴ്സിൽ വരാറില്ല. ഇൻവേർട്ടഡ് ഹാമേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് വരുന്നു, ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് അപ്പോൾ തന്നെ ഒരു ഷാർപ്പ് ബൈങ് വരുന്നു, മാർക്കറ്റ് തിരിച്ചു കയറുന്നു, അതിനുശേഷം ചെറിയ സെൽ ഓഫിൽ ഓപ്പൺ ചെയ്തതിൻ്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഇൻവേർട്ടഡ് ഹാമർ ഒരു റെഡിഷ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. നിങ്ങൾക്ക് ഈ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു റെഡിഷാണ്. ഒരു സെൽ ഓഫ് ഇങ്ങനെ വരുന്നു, സെൽ ഓഫ് വന്ന് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, മാർക്കറ്റ് താഴെ പോകുന്നു, തിരിച്ചു കയറുന്നു, അതിനുശേഷം ചെറിയ ഒരു സെൽ ഓഫ് വരുന്നു. അതായത് സെല്ലേഴ്സ് തീർന്ന് ബയേഴ്സ് വന്നു തുടങ്ങി, ബയേഴ്സിന്റെ കോൺഫിഡൻസ് ചെറുതായിട്ട് ബൂസ്റ്റ് ആയി എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ബുള്ളിഷ് റിവേഴ്സൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഹാമേഴ്സ് നമുക്ക് തരുന്നത്. ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അപ്പോൾ ഓരോ സിംഗിൾ പാറ്റേൺസിനും അതിൻ്റെതായ കൃത്യമായിട്ടുള്ള മീനിങ് ഉണ്ട്. ഈ പേര് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ ഒരു ക്യാൻഡിലിൻ്റെ മീനിങ് നിങ്ങൾ പഠിക്കാനായിട്ട് വിട്ടുപോകരുത്. ഇതിൻ്റെ സൈക്കോളജി റീഡ് ചെയ്തെടുക്കുക. സെല്ലേഴ്സ് തീർന്നു, ബയേഴ്സ് വന്നു തുടങ്ങി എന്ന് നമുക്ക് ഈ ഒരു ഇമേജിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. സിംഗിൾ ടൈപ്പ് ഒറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാൻഡിൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുപ്പിച്ചുള്ള 2 ക്യാൻഡിൽ ഒന്നിച്ചെടുത്തുകൊണ്ട് നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് വൺ, ബുള്ളിഷ് എൻക്ലിഫ്റ്റിംഗ്. പേരൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഡൗൺ സൈഡ് ട്രെൻഡിനെ റിവേഴ്സലാക്കുക. ഒരു ബുള്ളിഷ് റിവേഴ്സലാണ് ഈ പറയുന്ന ബുള്ളിഷ് എൻക്ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് വരുന്നു, എന്താ പറ്റുക, സെല്ലിങ് വരുന്നു, ഒറ്റ അവസാനത്തെ ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ റെഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഈ സെല്ലേഴ്സിൻ്റെ ഡബിൾ വോളിയം ബയ്യേഴ്സ് വരികയാണ്. ഈ സെല്ലേഴ്സ് തീർന്നതിന് ശേഷം ഡബിൾ വോളിയം ബയ്യേഴ്സ്, ഒരു കോൺഫിഡൻറ്റ് ക്യാൻഡിൽ. ആദ്യം വന്ന സെല്ലേഴ്സിൻ്റെ ഇരട്ടി സൈസിൽ, ബോഡി സൈസ് ആദ്യത്തെ ഡബിൾ സൈസിൽ വന്നിട്ട് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബുള്ളിഷ് റിവേഴ്സൽ എൻക്ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന റെഡിനെ കംപ്ലീറ്റ്ലി ചിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്യുക. സെല്ലേഴ്സിനെ കവറപ്പ് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ബയ്യേഴ്സ് വരിക. ഇതാണ് എൻക്ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഐഡിയോളജി. അപ്പോൾ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടംമാതിരി നമ്മുടെ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ബുള്ളിഷ് പാറ്റേൺ പഠിച്ചതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ബീറിഷ് എൻക്ലിഫ്റ്റിംഗ് ഉണ്ട്. സെയിം ഐഡിയോളജി, സെയിം ലോജിക്, ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ്, മാർക്കറ്റ് ഇങ്ങനെ ബുള്ളിഷ് പോകുന്നു, ബയ്യേഴ്സ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പോകുകയാണ്. ആ സമയത്ത് എന്ത് പറ്റുകയാണ്, ഏറ്റവും അവസാന സമയത്ത് ആ ബയ്യേഴ്സ് ക്യാൻഡിലിൻ്റെ ഡബിൾ സൈസിൽ സെല്ലേഴ്സ് മാർക്കറ്റിലോട്ട് കടന്നു വരുന്നു, മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഒരു അപ്സൈഡിൽ ഏറ്റവും അവസാനത്തെ സമയത്ത് ഉണ്ടാകുന്ന ക്യാൻഡിലിൻ്റെ ഡബിൾ സൈസിൽ ഒരു റെഡ് ക്യാൻഡിൽ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ റിവേഴ്സൽ. അതൊരു റിവേഴ്സൽ ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഇമേജ് കാണുന്നത് പോലെ തന്നെ ഗ്രീനിൻ്റെ ഡബിൾ സൈസിൽ ഒരു റെഡ് ക്യാൻഡിൽ വരിക. സോ വിക്കൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ചെറിയ വിക്കുകളൊക്കെ ആക്ച്വൽ മാർക്കറ്റിൽ വന്നേക്കാം. സെക്കൻഡ് റെഡ് ക്യാൻഡിൽ കംപ്ലീറ്റ്ലി എൻഗ്ലിഫ്റ്റ് ദ ഫസ്റ്റ് റിയൽ ബോഡി. ആ ബോഡിനെ കംപ്ലീറ്റ് ആയിട്ട് ചിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന രീതിയിൽ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കണം. നേരത്തെ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന ഈ ഒരു ക്യാൻഡിൽ. ഈ ഒരു ചാർട്ട് നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ എടുക്കുക, ഡിഫറെൻറ്റ് സ്റ്റോക്കുകൾ എടുക്കുക. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക. വളരെ കുറച്ച് പാറ്റേൺസ് കൂടി ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണാനായിട്ട് വിട്ടുപോകണ്ട. നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിലോട്ട് പോകാം. പിയേഴ്സിംഗ് പാറ്റേൺ, ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ് ഈ പറയുന്ന ഒരു പാറ്റേൺ. ഈ ഒരു പേരൊന്നും ഞാൻ പോലും മനസ്സിൽ ആലോചിച്ച് വെക്കാറില്ല, കാണാപ്പാടം പഠിച്ചു വെക്കാറില്ല. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പേരുകൾ പോലും ഞാൻ പ്രൊനൗൺസ് ചെയ്യാറ്. സോ നമുക്ക് ഇതിൽ നിന്നുള്ള ലോജിക്ക് മാത്രമാണ് എടുക്കേണ്ടത്. ഈ ലോജിക്ക് നിങ്ങൾ നോക്കൂ, ഇറ്റ്സ് വെരി ക്ലിയർ ആണ്. ഇത് 2 ക്യാൻഡിൽസ് വരണം. ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. സോ ഫസ്റ്റ് വൺ എന്താണ്, ഒരു ഡൗൺ സൈഡ് പോകുമ്പോൾ ഫസ്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ ആയിരിക്കും വരിക.
സോ അതിനുശേഷം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്ത് ചെയ്യണം, ഈ റെഡ് ക്യാൻഡിലിൻ്റെ താഴത്താണ് ഓപ്പൺ ചെയ്യുന്നത്. റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഗ്രീൻ ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിലിൻ്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആദ്യമുണ്ടായ റെഡ് ക്യാൻഡിലിൻ്റെ ഹാഫിന് മുകളിലോട്ട്, പകുതിക്ക് മുകളിലോട്ട് വന്നിട്ട് ഏകദേശം ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഒരു സ്വല്പമൊക്കെ വലുതാകാം, ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹാഫിന് മുകളിൽ വന്ന് ക്ലോസ് ആകുന്ന ഒരു സ്ട്രോങ് റിവേഴ്സൽ ഇൻഡിക്കേഷൻ ആണ്. ആക്ച്വലി നമ്മൾ എൻഗ്ലിഫ്റ്റിംഗ് പഠിച്ച പോലെ എൻഗ്ലിഫ്റ്റിൻ്റെ അത്രയും സ്ട്രെങ്ത് ഇല്ല, കുറച്ചുകൂടി ചെറുതാണ്. റെഡിനെ ഫുള്ളായിട്ട് ചിത്രത്തിൽ നിന്ന് മാറ്റുന്നില്ല, എന്നാലും റെഡിൻ്റെ ഈക്വലൻ്റോ തൊട്ട് മുകളിലോ ആയിട്ടുള്ള ബയേഴ്സ് ചിത്രത്തിലേക്ക് വരികയും ഇനിയും നമുക്ക് പറയാണ് ഓക്കെ സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് തീർന്നു, ഇനിയും ബയേഴ്സാണ് മാർക്കറ്റിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ തരുന്ന ടൈപ്പ് ഓഫ് ക്യാൻഡിൽസിനെയാണ് നമ്മൾ പിയേഴ്സിങ് പാറ്റേൺസ് എന്ന് വിളിക്കുന്നത്. ഒരു ഡൗൺ ട്രെൻഡിൽ അപ്സൈഡിലോട്ട് മാർക്കറ്റിനെ വിടുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് പിയേഴ്സിങ് ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺസ്. നെക്സ്റ്റ് വൺ ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഡാർക്ക് ക്ലൗഡ് ഇതൊരു ക്ലിയർ സൈക്കോളജി പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ പറയുന്നത് എന്താണെന്നറിയോ, ഒരു അപ്സൈഡിനെ ഡൗൺ സൈഡിലോട്ട് ഒരു ബീറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഈ സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാറ്റേൺ ആണ്. ഒരു ബുള്ളിഷായിട്ട് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് പോവാണ്, ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അപ്സൈഡിലോട്ട് പോകുന്നു, ഒരു ലെവലിൽ ക്ലോസ് ചെയ്യുന്നു, ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, തൊട്ട് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തോ അതിൻ്റെ തൊട്ട് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്തോ ഒരു ബുള്ളിഷ് വന്നോ അതിൻ്റെ അത്രയും തന്നെ ഒരു ഈക്വൽ നമ്പർ ഓഫ് സെല്ലേഴ്സ് വന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഇനി ബയേഴ്സ് തീർന്നു സെല്ലേഴ്സ് വന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് തരുന്ന ഈ ഒരു പാറ്റേൺ ആണ്. ഇതൊരു ബീറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയറിയാം, ഇവിടെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നടക്കുന്നു, ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, ആ ഗ്രീൻ ക്യാൻഡിലിന്റെ ഈക്വലന്റ് ആയിട്ട് അതേ ശക്തിയിൽ തുല്യ ശക്തിക്ക് ഈക്വലന്റ് ആയിട്ട് ബയേഴ്സ് തീർന്നു, സെല്ലേഴ്സിന് കോൺഫിഡൻസ്, എല്ലാ സെല്ലേഴ്സിനെയും വിളിച്ചു വരുത്തുന്ന രീതി, നമ്മളിനി സെല്ലേഴ്സ് ആണ് പവർഫുൾ എന്ന് മാർക്കറ്റിനോട് പറയുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന ഡാർക്ക് ക്ലൗഡ് കവർ. ഒരു ഡാർക്ക് ക്ലൗഡ് വരുന്ന രീതിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ, ഒരു പിടിവലി നടക്കുന്ന ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ആക്ച്വലി ഈ പറയുന്ന ബീറിഷ് റിവേഴ്സൽ പാറ്റേൺ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹറാമി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഈ പേരുകളൊക്കെ കൂടുതലും ജപ്പാനീസ് ടൈംസ് ആയതുകൊണ്ടാണ് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പോലും പലപ്പോഴും വലിയ പ്രയാസം ഫീൽ ചെയ്യാറുള്ളത്. ചിങ് ടങ് ചുങ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് പല ക്യാൻഡിൽസിൻ്റെയും പേര് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹറാമി എന്ന് പറയുന്ന ക്യാൻഡിൽ ബീറിഷ് ട്രെൻഡിന് റിവേഴ്സലും ഉണ്ട്, ബുള്ളിഷ് ട്രെൻഡിനും റിവേഴ്സലുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് ബുള്ളിഷ് നോക്കാം. മാർക്കറ്റ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ബുൾസ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകുന്നു. സോ ആ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി ക്ലോസ് ആയതിന് ഉള്ളിൽ വന്നിട്ട് ഒരു ക്യാൻഡിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നു. ബട്ട് ആ ക്യാൻഡിൽ തൊട്ട് മുമ്പുണ്ടായ ക്യാൻഡിലിൻ്റെ കൃത്യം പകുതിയും, അതുമാത്രമല്ല തൊട്ട് മുമ്പുണ്ടായ ക്യാൻഡിലിൻ്റെ റിയൽ ബോഡിയുടെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യുന്ന കണ്ടീഷൻസ്. അതായത് ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് തീർന്നു, ഇനി ഞങ്ങൾ സെല്ലേഴ്സ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി, സെല്ലേഴ്സ് ഇങ്ങനെ ജസ്റ്റ് മാർക്കറ്റിലോട്ട് എത്തി തുടങ്ങി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ആക്ച്വലി ഈ ഒരു ക്യാൻഡിൽ തരുന്നത്. ഇത് ബുള്ളിഷിൽ മാത്രമല്ല, ഇത് ബീറിഷിലും വരുന്നുണ്ട്. ഹറാമി ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേണും ഹറാമി ബീറിഷ് റിവേഴ്സൽ പാറ്റേൺസും ഉണ്ട്. നമുക്കിവിടെ ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. സോ മാർക്കറ്റ് ഇങ്ങനെ ഗ്രീൻ അടിച്ച് പച്ചപ്പ് വന്ന് ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് അവിടെ ഒരു ഡിസ്റ്റോർഷൻ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ക്യാൻഡിൽ ഒരു ചെറിയ കൺസോളിഡേഷൻ, തൊട്ടുമുണ്ടായ ഗ്രീൻ ക്യാൻഡിൽ ഉള്ളിൽ ഒരു സ്മോൾ കൺസോളിഡേഷൻ കിട്ടിയതിന് ശേഷം ഒരു ഷാർപ്പ് സെല്ലിംഗ് മാർക്കറ്റിലോട്ട് വരുന്നു. അപ്പോൾ സെല്ലേഴ്സ് സ്റ്റാർട്ട് ആയി, ബയേഴ്സ് ഇനി വരണ്ട, ബയേഴ്സ് തീർന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ മാർക്കറ്റിന് കൊടുക്കുന്നതാണ് ഈ ഹറാമി എന്ന് പറയുന്ന ക്യാൻഡിൽ. ഇത് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നേക്കാം, ഒരു ബീറിഷ് ട്രെൻഡിനെ ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് പറഞ്ഞു വിടാനും ഈ പറയുന്ന ഹറാമി ക്യാൻഡിലിന് സാധിക്കും. നെക്സ്റ്റ് വൺ ഹറാമി ക്രോസ് എന്ന് പറയുന്ന ഒരു ക്യാൻഡിലാണ്. ഇതും എന്നുണ്ട് ബുള്ളിഷ് ആൻഡ് ബീറിഷ് റിവേഴ്സ്, രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ബുള്ളിഷിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇതിപ്പോൾ 2 ക്യാൻഡിൽ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു 3, 4, 5 ക്യാൻഡിൽസ് ഒക്കെ വരാറുണ്ട്. ചില സമയത്ത് 5 ക്യാൻഡിൽസ് വരാറുണ്ട്, ചില സമയത്ത് 7 ക്യാൻഡിൽസ് ഒക്കെ വരാറുണ്ട്. അത് വളരെ സിമ്പിളാണ്. ഒരു ഡൗൺ സൈഡ് വരികയാണ്, ഒരു ട്രെൻഡിൻ്റെ അവസാനം ഒരു റെസിസ്റ്റൻസിലോ ഒരു സപ്പോർട്ടിലോ ഒരു സ്ട്രോങ് വലിയ ക്യാൻഡിൽ വരുന്നു. അതിനുശേഷം
അടുപ്പിച്ച് ഡോജ് പോലുള്ള വളരെ ചെറിയ നാരോ റേഞ്ചറായിട്ടുള്ള ഒത്തിരി ക്യാൻഡിലുകൾ ഈ ഒരു വലിയ ക്യാൻഡിലിൻ്റെ ബോഡിയുടെ അകത്ത് മാത്രം നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സഡനായിട്ട് നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. ഒരു മറ്റേ ക്യാൻഡിലിൻ്റെ ലോ അല്ല ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഒരു വലിയ ക്യാൻഡിലിൻ്റെ ഡൗൺ സൈഡിൻ്റെ നിയർ ആയിട്ടല്ല ഉണ്ടാകുന്നത്, കൃത്യം പകുതി, ഒരു വലിയ ക്യാൻഡിലിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കൺസോൾട്ടേഷൻ ക്യാൻഡിൽസ്, ഈ പറയുന്ന ക്രോസ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഡോജി ക്യാൻഡിൽസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് മുകളിലായിട്ട് കുറച്ച് ഡോജി ക്യാൻഡിൽ വരികയും അവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സൽ ആകുകയാണ് ചെയ്യുന്നത്. സോ ഇനിയും പുതിയ സെല്ലേഴ്സ് ഒന്നും വരാനില്ല. മാർക്കറ്റ് സെല്ല് ചെയ്ത് സെല്ലേഴ്സിൻ്റെ എണ്ണം തീർന്നു. പക്ഷെ ബയേഴ്സ് അപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടില്ല. ബയേഴ്സ് നോക്കുകയാണ് സെല്ലേഴ്സ് വരുന്നുണ്ടോ, ഒരു 5 മിനിറ്റ് നോക്കി സെല്ലേഴ്സ് വരുന്നില്ല, വീണ്ടും നോക്കുകയാണ് അപ്പോഴും സെല്ലേഴ്സ് വരുന്നില്ല. അപ്പോൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ആളില്ലാതെ മാർക്കറ്റിൽ വോളിയം ഇങ്ങനെ കുറഞ്ഞ് ട്രേഡുകൾ നടക്കാതെ നിൽക്കുകയും അങ്ങനെ കുറേ നേരം സെല്ലേഴ്സ് വരാതെയാകുമ്പോൾ ബയേഴ്സ് പൂർവാധിന ശക്തിയോടെ വരുന്നു. ഓക്കെ, ഇതേ നോക്കൂ, മാർക്കറ്റിൽ സെല്ലേഴ്സ് ഇല്ല, ഇനി നമുക്ക് സ്ട്രോങ് ആയിട്ട് ബൈ ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യാണ്, വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിനെ ബൈ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ വീഡിയോ കാണുന്ന ആളുകളായി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം, സോ ഇത് അന്ന് ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നടക്കാൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, എന്ത് ആന കുത്താൻ വരുന്ന കഥ ഞാൻ പറഞ്ഞു അല്ലേ. 1, 2, 3, 4 പ്രാവശ്യം ആന കുത്താൻ വന്നാലും നമ്മൾ ഓടുക തന്നെ ചെയ്യും. അതിനാണ് പ്രോബബിലിറ്റി കൂടുതൽ. മരത്തിൻ്റെ മുകളിൽ കയറാനുള്ള പ്രോബബിലിറ്റി ആണോ ഓടാനുള്ള പ്രോബബിലിറ്റി ആണോ കൂടുതൽ ആന കുത്താൻ വന്നാൽ? എന്നെ സംബന്ധിച്ചോളം ഓടാനുള്ള പ്രോബബിലിറ്റി ആണ്. സോ മരത്തിൻ്റെ കയറാനുള്ള പ്രോബബിലിറ്റി അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ മരത്തമ്മ കയറും, ചില സാഹചര്യത്തിൽ ഇവിടെ അപ്ട്രെൻഡ് പോവില്ല, ചിലപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് പോകാം. പക്ഷേ നമ്മൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി മേക്ക് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്യാൻഡിലിൻ്റെയും ഇമ്പോർട്ടൻസ് അതാണ്. അപ്പോൾ ഹറാമി ക്രോസ് എന്ന് പറയുന്ന ക്യാൻഡിലിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഒരു 3, 4, 5 പ്രാവശ്യം കണ്ടാൽ മാത്രമേ എല്ലാ ക്യാൻഡിൽസിനെ കുറിച്ചിട്ടും വളരെ ക്ലിയർ കട്ട് ഇമേജ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു PDF ഫയൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. ഇത്രയും നേരം നമ്മൾ 2 ക്യാൻഡിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ക്യാൻഡിൽ ഒന്നിച്ച് വന്നിടുമ്പോൾ ആ ഒരു ക്യാൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ അതിനകത്ത് പഠിക്കാൻ പോകുന്നത് മോർണിംഗ് സ്റ്റാറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഒരു മോർണിംഗ് സ്റ്റാർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ് നമ്മൾ പഠിച്ചു. ഇതൊരു ബുള്ളിഷ് റിവേഴ്സലാണ്. ഒരു ഡൗൺ സൈഡ് പോകുന്ന മാർക്കറ്റിന് മുകളിലോട്ട് പറഞ്ഞു വിടുന്ന ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന മോർണിംഗ് സ്റ്റാർ. ഇതൊരു ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ലോങ് ബോഡിയുള്ള ഒരു റെഡ് ക്യാൻഡിലാകണം, ഒരു ലോങ് ബോഡിയുള്ള ഒരു റെഡ് ക്യാൻഡിലാകണം. സെക്കൻഡ് ക്യാൻഡിൽ ഒരു സ്മോൾ ബോഡി ആയിരിക്കണം. ആദ്യം ഉണ്ടായിരുന്ന റെഡിൻ്റെ പകുതിയേക്കാൾ കുറവോ പകുതിയോ ആയിരിക്കണം. ആദ്യം ഉണ്ടായിരുന്ന റെഡിൻ്റെ പകുതി, അത് റെഡോ ഗ്രീനോ ആകാം. അതിൻ്റെ കളർ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എന്താണ്, ഒരു റെഡ് ക്യാൻഡിൽ, അതിനുശേഷം ഒരു ചെറിയ ഗ്രീനോ റെഡോ ക്യാൻഡിൽ വരുന്നു. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. ആദ്യം ഉണ്ടായിരുന്ന റെഡിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. അപ്പോൾ ഒരു റെഡ്, ഒരു ഗ്രീൻ, ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ക്യാൻഡിൽ, ഒരു സ്ട്രോങ് റെഡ്, ഒരു ചെറിയ ക്യാൻഡിൽ, ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ. ഇതെന്താ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ സെല്ലേഴ്സ് വരുന്നു, സ്ട്രോങ് ആയിട്ട് സെല്ലേഴ്സ് വരുന്നു. അതിനുശേഷം സെല്ലേഴ്സും ബയേഴ്സും വടം വലിക്കുന്ന, ശക്തമായിട്ട് പോര് വിളിക്കുന്ന ഒരു കുഞ്ഞ് സ്ഥലം അല്ലേ. കുഞ്ഞു സ്ഥലത്തിൽ, ഒരു ചെറിയ സ്ഥലത്തിൽ ബയേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആയിട്ട് വടംവലി നടത്തി പിടിവലി നടത്തി കഴിഞ്ഞപ്പോൾ അടുത്തത് എന്താണ്, സ്ട്രോങ് ആയിട്ട് ബയേഴ്സിന്റെ സൈഡിൽ എന്ത് പറ്റി, ബയേഴ്സ് ശക്തമായിട്ട് മാർക്കറ്റിനെ വലിക്കാൻ തുടങ്ങി. എന്ത് സംഭവിക്കും, മാർക്കറ്റ് വിൽ റിവേഴ്സ്. മാർക്കറ്റ് ഇങ്ങനെ തിരിഞ്ഞു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സെല്ലേഴ്സ് വലിച്ച് വടം വലിച്ച് ഇങ്ങനെ ഒരു സൈഡിലെത്തി, ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബയേഴ്സും സെല്ലേഴ്സും നല്ല ശക്തമായിട്ടുള്ള പിടിവലി. പെട്ടെന്ന് വീണ്ടും കുറേയും ബയേഴ്സ് വരുന്നു, ഒരൊറ്റ വലി മാർക്കറ്റിനെ മുകളിലോട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നു. ഇതാണ് എന്ത്, ഒരു ബുള്ളിഷ് റിവേഴ്സൽ ക്യാൻഡിലായിട്ടുള്ള മോർണിംഗ് സ്റ്റാർ നമുക്ക് തരുന്ന ഇൻഡിക്കേഷൻ. മോർണിംഗ് സ്റ്റാർ പഠിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് പഠിക്കണം, ഈവനിങ് സ്റ്റാർ പഠിക്കണം. ഈവനിങ് സ്റ്റാർ എന്താണ്, നേരത്തെ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ നമ്മൾ ഒരു ബുള്ളിഷാണ് പഠിച്ചെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. എന്താ സംഭവിക്കുന്നത്, എന്ത് ചെയ്യുന്നു,
ബുൾസ് വടം വലിച്ച് മാർക്കറ്റിന്റെ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. അടുത്തത് ഒരു ചെറിയ ക്യാൻഡിൽ വരുന്നു. ബുള്ളും ബിയറും വടം വലിച്ച് ഒരു ചെറിയ സ്ഥലത്ത് നല്ല ശക്തമായിട്ടുള്ളൊരു പിടിവലിയാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം ആര് തോക്കുന്നു? ബുള്ള് തോക്കുന്നു, ബിയർ ജയിക്കുന്നു. ഒരു വലിയ റെഡ് ക്യാൻഡിൽ വരുന്നു, മാർക്കറ്റ് റിവേഴ്സലാകുന്നു. മോർണിംഗ് സ്റ്റാറിൽ എന്താണ് പഠിച്ചത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിനെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഒരു വടംവലി ലെവലിലോട്ട് വേണം നമ്മൾ ഈ പറയുന്ന ക്യാൻഡിൽ റീഡിലോട്ട് പോകുന്നത്. വടംവലി മനസ്സിലാലോചിക്കുക. വടംവലി കാണാൻ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു ടീം ജയിക്കുന്നത്? ഒരു ടീമിൻ്റെ സ്റ്റെപ്പ് പോകുമ്പോഴല്ല അടുത്ത ടീം ജയിക്കുന്നത്. ആ ഒരു കാല് വെക്കുന്നത് ബയ്യേഴ്സിൻ്റെ ശക്തി കുറച്ച് ക്ഷയിക്കുമ്പോൾ തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഫോഴ്സ് ബിയേഴ്സ് കൊടുക്കുകയും സെല്ലേഴ്സ് കൊടുക്കുകയും മാർക്കറ്റ് റിവേഴ്സ് ആകുകയാണ് ചെയ്യുക. ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ലോജിക്കിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരികയും നിങ്ങൾക്കിവിടെ ഈ പേരുകൾ കാണാപ്പാഠം പഠിച്ചില്ലെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗ് സാധിക്കുകയും ചെയ്യും. നമ്മൾ ഇത്ര നേരം എപ്പോഴും പഠിച്ച എന്താ? ഒരു ട്രെൻഡിനെ റിവേഴ്സൽ ചെയ്യുന്ന ക്യാൻഡിൽസിനെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ക്യാൻഡിലാണ്. അതായത് റൈസിംഗ് 3 എന്നാണ് അതിനെ പറയുക. റൈസിംഗ് 3 ഇത് വളരെ സിമ്പിളാണ്. ഒരു അപ് ട്രെൻഡ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഒരു ഗ്രീൻ വരുന്നു, വീണ്ടും ഗ്രീൻ വരുന്നു, വീണ്ടും ഗ്രീൻ വരുന്നു. ഇങ്ങനെ നല്ല ഗ്രീൻ ക്യാൻഡിൽ വരുന്നതിൻ്റെ സമയത്ത് ഒരു കുറച്ച് സമയം, വളരെ ചെറിയ സമയത്ത് അടുപ്പിച്ചൊരു 3 ചെറിയ റെഡോ അല്ലെങ്കിൽ 3 ചെറിയ കൺസോളിഡേഷനോ ഒക്കെ വരികയാണ്. ഒരു കുഞ്ഞ് 3 റെഡ് ക്യാൻഡിൽ വരികയാണ്. ഒരു ചെറിയ സെൽ ഓഫ്. അതെന്താണെന്നറിയോ? മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ അടിച്ചടിച്ച് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ബൈ ചെയ്ത കുറച്ച് ആൾക്കാരൊക്കെ ചെറുതായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അങ്ങനെ അടുപ്പിച്ച് ഒരു 3 ചെറിയ റെഡ് ക്യാൻഡിൽ വരുന്നതിന് ശേഷം പഴയതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇത് ആക്ച്വലി ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. ഇതൊരു ബുള്ളിഷ് മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ റൈസിംഗ് 3 എന്നാണ് പറയുക. ഇനി ഇത് ബീറിഷ് കണ്ടിന്യൂഷനിൽ വരുമ്പോൾ നമ്മൾ അതിനെ വേറൊരു പേരിട്ടാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെന്താ വിളിക്കുക? റൈസിംഗ് 3 ആണ്. ലോങ് ഗ്രീൻ ക്യാൻഡിൽ ഫോളോഡ് ബൈ എ സ്മോൾ 3 റെഡ് ക്യാൻഡിൽ അഗെയിൻ ഫോളോഡ് ബൈ എ ലോങ് ഗ്രീൻ ക്യാൻഡിൽ. ഇതാണ് ആക്ച്വലി റൈസിംഗ് 3 എന്ന് പറയുന്നത്. ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ പഠിച്ച പോലെ തന്നെ നമ്മളൊരു ബിയറിഷ് കണ്ടിന്യൂവേഷൻ പഠിക്കുകയാണ്. എന്താണ്? മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു, ഒരു 3 ചെറിയ ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, ബിയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നു. നേരത്തെ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഫാളിംഗ് 3 എന്ന് പറയുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വളരെ കുറച്ച് ക്യാൻഡിൽസിനെ കുറിച്ച് മാത്രമേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒത്തിരി ടൈപ്പ് ഓഫ് ക്യാൻഡിൽസിനെ കുറിച്ച് പറയാനുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ സെർച്ചുകളും കൂടുതലായിട്ടുള്ള പഠനങ്ങളും നടത്തണം. അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളിലോട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് മറന്നു പോരുത്. അടുത്തൊരു വീഡിയോയിൽ ഇനി നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ലെവലിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഒറ്റ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നിങ്ങൾ മറന്നു പോകണ്ട. ഗുഡ് ബൈ.